നമസ്കാരം. ഇത് വേറിട്ടൊരു കഥയാണ്. ഒരുപക്ഷെ ഇതുപോലൊന്ന് മറ്റെവിടെയും ഉണ്ടാകില്ല. നജീബ് എന്ന സാധാരണ പ്രവാസിയുടെ അസാധാരണ ദൈന്യത നിറഞ്ഞ ജീവിതം പുസ്തകമാക്കപ്പെടുന്നു. ഒരൊറ്റ ജീവചരിത്ര നോവലിലൂടെ മലയാളത്തിൽ ബെന്യാമിൻ എന്ന സാഹിത്യ പ്രതിഭ ഉദയം ചെയ്യുന്നു. 3 ലക്ഷത്തോളം കോപ്പികൾ നൊടിയിടയിൽ ഈ ഡിജിറ്റൽ യുഗത്തിലും വിറ്റുപോകുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളായ ബ്ലസ്സി യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ പൃഥ്വിരാജ് എന്ന രാജുവിനെ വെച്ച് സിനിമയെടുക്കുന്നു. ജോർദാനിലും അൾജീരിയയിലും ഉൾപ്പെടെയുള്ള മണലാരണ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമയ്ക്ക് മുകളിൽ ഇടുത്തി പോലെ കോവിഡ് എന്ന മഹാമാരി പതിക്കുന്നു. ബ്ലസ്സിയും പൃഥ്വിരാജും ഉൾപ്പെടെ മുഴുവൻ സിനിമാ പ്രവർത്തകർക്കും ഒരു നേരത്തെ ഭക്ഷണത്തിനും വെള്ളത്തിനും പോലും നിവൃത്തിയില്ലാതെ ജീവൻ മരണ പോരാട്ടം നടത്തുന്നു. ആടുജീവിതം രചിച്ച ബെന്യാമിനും മാരകമായ ആരോഗ്യ പ്രശ്നം നേരിട്ട് മരണത്തെ മുഖാമുഖം കാണുന്നു. ഒന്നൊഴിയാതെ ദുരന്തങ്ങളും ദുരിതങ്ങളും മാറി മാറി വേട്ടയാടിയിട്ടും 6 വർഷം മുമ്പ് ചിത്രീകരണം തുടങ്ങിയ ആടുജീവിതം പ്രതിസന്ധികളെ അതിജീവിച്ച് 16 വർഷങ്ങൾക്ക് ശേഷം 2024 മാർച്ച് 28 തിയേറ്ററുകളിലെത്തി. ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ലോകത്തിന് എന്നും അഭിമാനിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ വരെ അംഗീകാരവും ചർച്ചയും ലഭിക്കേണ്ട ഒരു കാലാതീത ചിത്രം. 16 വർഷങ്ങൾ, 2-ലധികം വിദേശ രാജ്യങ്ങൾ, 90 കിലോയോളം ഭാരമുള്ളൊരു നടൻ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം 31 കിലോ, അതായത് മൊത്തം ഭാരത്തിന്റെ 1/3 കുറയ്ക്കുന്നു. ആപ്പിൾ പോലെ നിറം വെച്ച് തുടുതുടുത്തിരുന്നൊരു യുവാവ് യഥാർത്ഥ ജീവിതത്തിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് അസ്ഥികൂടത്തിൽ തൊലി തുന്നിച്ചേർത്തതുപോലെയുള്ള രൂപമാറ്റം വരുത്തുന്നു. മേക്കപ്പും മേക്ക് ഓവറിനും എത്ര മണിക്കൂർ നേരം വേണ്ടിവരുന്നോ അതിന്റെ ഇരട്ടി സമയം ആ മേക്കപ്പ് അഴിച്ചു മാറ്റുവാൻ വേണമെന്ന് പറയുമ്പോൾ ഊഹിക്കാനാവുമല്ലോ അതിന്റെ പിന്നിലെ കഠിന പ്രയത്നവും അനുഭവിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യങ്ങളും. പ്രധാന നടന് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നപ്പോൾ അതിനൊപ്പം അഭ്രപാളികളിൽ വരുന്ന മറ്റ് കഥാപാത്രങ്ങൾക്കും ഇതേ കാഠിന്യം തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. സംസ്ഥാന ദേശീയ അവാർഡുകൾക്ക് പുറമെ ഒരുപക്ഷെ ലോകോത്തര ഓസ്കറിലേക്ക് വരെ പോകാവുന്ന മലയാളി പ്രതീക്ഷയാണത്. 2 വർഷം മുമ്പ് ചിത്രീകരണം പൂർത്തിയായെങ്കിലും റിലീസിംഗ് നീട്ടിവെച്ചതിന് പിന്നിൽ അടുത്ത വർഷം പ്രഖ്യാപിക്കുന്ന ഓസ്കർ പരിഗണനയ്ക്ക് വേണ്ടിയാണെന്ന് വാദിക്കുന്നവരോട് അതിനുള്ള അർഹത ആടുജീവിതത്തിനുണ്ടെന്ന സത്യം തന്നെയാണ് ഉത്തരമായി പറയേണ്ടത്. സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എങ്കിലും ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവനൊടുക്കാൻ തീരുമാനിക്കുകയും ആത്മഹത്യക്ക് തയ്യാറെടുക്കുകയും ചെയ്ത തനിക്ക് 16 വർഷത്തെ ഈ കാത്തിരിപ്പ് തന്റെ ജീവനോളം തന്നെ പ്രാധാന്യമുള്ളതാണെന്ന് സംവിധായകൻ ബ്ലസ്സി പറയുന്നു. സിനിമയുടെ ജീവിതം 86-ൽ ഞാൻ തുടങ്ങുമ്പോൾ, 1986 ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങുമ്പോൾ 1985 ഒരു ഡിസംബർ മാസത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെങ്കിലും ആയില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. അതായിരുന്നു എനിക്ക് സിനിമ. അപ്പോൾ അങ്ങനെ ഒരു ഫിലിം ഡയറക്ടർ ആയ ഞാൻ ഒരു ഷോട്ടിന് വേണ്ടി ഒരു ദിവസം കാത്തിരിക്കേണ്ടി വന്നാൽ ഇരിക്കണ്ടേ? നമ്മളെ സിനിമ അങ്ങനെയല്ലേ, അല്ല ജീവിതം അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. തിരിച്ചു കിട്ടിയ ജീവിതത്തിന് ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആടുജീവിതം താൻ നോവലാക്കി ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മാരകമായ അസുഖം ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ട അനുഭവമാണ് ബെന്യാമിൻ എന്ന സാഹിത്യ പ്രതിഭയ്ക്കും പറയാനുള്ളത്. ആടുജീവിതം എഴുതി കഴിഞ്ഞ് പുസ്തകം പ്രസിദ്ധീകരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ രോഗത്തിനടിമയായി ഞാൻ മരണക്കിടക്കയിൽ കിടന്ന ഒരു നിമിഷമുണ്ട്. അന്ന് വല്ലാതെ അസുഖബാധിതനായി കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇത്രയധികം വേദന സഹിക്കേണ്ടതില്ലല്ലോ എന്നാണ്. അപ്പോൾ ഞാൻ സ്വയം ചോദിച്ചു, എന്തിനായിരിക്കും എന്നെ വീണ്ടും വീണ്ടും എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നത് എന്ന് ആലോചിച്ചതിൻ്റെ ഉത്തരമാണ് ഒരുപക്ഷെ ഈ മഹാസദസ്സിൻ്റെ മുമ്പിൽ, മലയാളത്തിൻ്റെ മഹാനടന്മാരുടെ മുമ്പിൽ നിർത്താൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകണം എന്ന് ഒരു നിയോഗമുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആടുജീവിതത്തിൻ്റെ ഈ നിയോഗത്തിൻ്റെ ഒപ്പം നടക്കാൻ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചതിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മരണത്തെ മുഖാമുഖം കാണുന്ന, ഒന്നൊഴിയാതെ വേട്ടയാടപ്പെടുന്ന സാഹചര്യങ്ങളിലും ജീവിതം തിരിച്ചു പിടിക്കാൻ വെമ്പുന്ന ഓരോ നിശ്വാസവും അടുത്ത ജീവശ്വാസമാക്കി ശരീരത്തിൽ അവശേഷിക്കുന്ന പ്രാണൻ കയ്യിലെടുത്ത് പിന്നിലേക്ക് നോക്കി നെടുവീർപ്പിടാതെ
പിന്നിടാനുള്ള മുന്നിലെ പാതകളിലേക്ക് കുതിക്കുന്ന പോരാളികളായ ഭൂമിയിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് പിന്നാലെ വരുന്നവർക്ക് എന്നും മാതൃക കാട്ടാനുള്ള പ്രതിരൂപങ്ങളായ എണ്ണം പറഞ്ഞ ജന്മങ്ങളുടെ പ്രതീകമാണ് നജീബും നജീബ് പിന്നിട്ട ആടുജീവിതവും. മലയാളത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു സംവിധായകന്റെയും അത്രയേറെ മൂല്യമുള്ള ഒരു യുവ നടന്റെയും സിനിമയെന്ന ഏക വരുമാനത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന നൂറുകണക്കിന് പിന്നണി പ്രവർത്തകരുടെയും വർഷങ്ങൾ നീണ്ട അതികഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ചിത്രം. ഈ ചിത്രത്തിന്റെ പൂർത്തീകരണത്തിനിടയ്ക്ക് ഇതിലുൾപ്പെട്ട ഓരോ ക്രൂവിനും നേരിടേണ്ടി വന്ന കടുത്ത യാതനകൾ ഒരുപക്ഷെ സ്ക്രീനിൽ നമ്മൾ കണ്ടതിന്റെ 10 മടങ്ങ് വരും. 90 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതാനും മാസങ്ങൾ കൊണ്ട് 31 കിലോഗ്രാം കുറച്ച് എല്ലിൻ കൂടിന് മുകളിൽ തൊലി തുന്നിവെച്ചതുപോലെ മെലിയുന്ന ഭീകരമായ ഒരവസ്ഥ. നടൻ പൃഥ്വിയുടെ ഈ സമർപ്പണത്തിന് എന്താണ് മലയാള സിനിമ തിരികെ നൽകേണ്ടത്? പല സാഹചര്യങ്ങളിലും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് തോന്നിയപ്പോഴെല്ലാം നജീബിനെ പോലെ നമ്മളറിയാത്ത എത്രയോ പേരുടെ റിയൽ ലൈഫാണ് താൻ കുറച്ചു നേരത്തേക്ക് റിയൽ ലൈഫിൽ കാട്ടുന്നതെന്ന ഓർമ്മപ്പെടുത്തലാണ് പൃഥ്വിക്കും ഉണ്ടായിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ വയ്യാതായിട്ടുണ്ട്, തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു സീൻ എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഞാനിതൊരു സിനിമാഭിനയത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു, ഇതൊരാൾ ശരിക്കും ജീവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രചോദനം. ചിത്രം കാണാൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഒരു ഡോക്ടറെ കൂടി കൊണ്ടുപോകണമെന്നാണ് പൃഥ്വിരാജിന്റെ ആർട്ടിസ്റ്റ് കൂടിയായ അമ്മ മല്ലിക സുകുമാരന് കുടുംബ ഡോക്ടർ നൽകിയ നിർദ്ദേശം. കിരീടം എന്ന വിഖ്യാത ചിത്രം റിലീസ് ചെയ്തപ്പോൾ നടൻ മോഹൻലാലിന്റെ അമ്മ ആ ചിത്രം കാണാൻ കൂട്ടാക്കാതിരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം തിയേറ്ററുകളിലിരുന്ന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ ചിത്രം കണ്ട് വിറങ്ങലിക്കുമ്പോൾ പെറ്റ വയറിന് പിന്നെങ്ങനെ ഇതെല്ലാം കണ്ടു തീർക്കാനാകും? പ്രവാസ ലോകത്തെ പ്രയാസങ്ങളുടെ യഥാർത്ഥ ചിത്രം ഒരുപക്ഷെ നജീബിൽ കണ്ട ആടുജീവിതത്തിനും അപ്പുറമുള്ളതാകാം. അറിയാ കഥകളിലെ ആടുജീവിതങ്ങളും ഒട്ടക ജീവിതങ്ങളും ഇനിയും ഏറെയുണ്ടാകാം. ആത്മഹത്യക്കൊരുങ്ങിയ സംവിധായകനും മരണക്കിടക്കയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ എഴുത്തുകാരനും ആയുഷിനെ തന്നെ അപകടപ്പെടുത്തുമെന്നറിഞ്ഞിട്ടും ശരീരഭാരം കുറച്ച് നജീബ് എന്ന റിയൽ സ്റ്റോറി നായകനിലേക്ക് പരകായ പ്രവേശം ചെയ്യാൻ തയ്യാറായ പൃഥ്വിരാജും സമാന ചിന്താഗതിക്കാരായ ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരും ഒന്നു ചേർന്നതാണ് മലയാളത്തിന് എക്കാലവും ആഗോള വേദികളിൽ പോലും സ്വകാര്യ അഹങ്കാരമായി അഭിമാനിക്കാൻ ലഭിച്ച ആടുജീവിതം. കേവലം ഒരു സിനിമയ്ക്കപ്പുറം ആടുജീവിതം മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു സന്ദേശം കൂടിയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്കായുള്ള പിണക്കങ്ങൾക്കും പരീക്ഷകളിലെ പരാജയങ്ങൾക്കും സാമ്പത്തിക ബാധ്യതകളിലെ പരാധീനതകൾക്കും പ്രണയ നൈരാശ്യങ്ങൾക്കും ഒടുവിൽ ഒരു ചെറിയ പ്രതിസന്ധിയെ പോലും അതിജീവിക്കാനറിയാതെ അടിപതറുന്ന പുതുതലമുറയ്ക്കുള്ളൊരു മനോഹര സന്ദേശം. ജീവനും ജീവിതവും അവസാനിച്ചെന്ന് കരുതുന്നിടത്ത് നിന്ന് ആർജവത്തോടെ അതിനെ തിരികെ പിടിച്ചവന്റെ ആത്മാഭിമാനത്തിന്റെ അടയാളപ്പെടുത്തലാണ് ബ്ലെസ്സി നമുക്ക് നൽകിയ ഈ സൗഭാഗ്യം. ഇതിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാൽ, +2 പരീക്ഷയിൽ പാസ്സാകാതിരുന്നാൽ, ഏതെങ്കിലും ഒരു സപ്ലി പോയാൽ, അല്ലെങ്കിൽ കാമുകൻ പിണങ്ങിപ്പോയാൽ ജീവിതം ഇനി മുന്നോട്ടില്ല എന്ന് കരുതുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് ജീവിതത്തിനെ എത്രത്തോളം തിരികെ പിടിക്കുക, അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ ജീവിതത്തിനെ മനോഹരമാക്കുവാനായിട്ടുള്ള ധൈര്യം കാണിച്ച പോരാളികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് ഈ ആടുജീവിതത്തിൻ്റെ അംബാസഡേഴ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആടുജീവിതത്തിനോടോ ഈ സിനിമയോടോ മാത്രമല്ല, കേരളത്തിൻ്റെ ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കുന്ന വലിയ ഒരു ഉത്തരം കൂടിയാണ്. ജീവിതത്തിനെ കുറിച്ച് പകച്ചു നിൽക്കുന്ന, ജീവിതത്തിൻ്റെ മുന്നിൽ ഇനി മുന്നോട്ടില്ല എന്ന് കരുതുന്നിടത്ത് ജീവിതം ഉണ്ട് ഇനി ബാക്കി എന്ന് ഉള്ളത്, ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് എന്നുള്ളത് വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിലാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും അഭിമാനകരമായ നിമിഷം. തീർച്ചയായും ഈ ചിത്രം പകരുന്ന ഊർജം സമൂഹമാകെ പ്രകാശം പോലെ പരക്കട്ടെ. നന്ദിയോടെ.